Hello guys, welcome to another video. എൻ്റെ പേര് അഭിനവ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ OB 53 പറ്റിയിട്ടാണ് ഗൈസ്. ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 53 പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. റേ എന്നാണ് പേര്. അതിൻ്റെ എബിലിറ്റി റേ ആണ്. ഇപ്പം അത് നമ്മൾ ആ സ്കില്ല് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എനിമീനെ അത് ടാർഗറ്റ് ചെയ്യും, നമുക്ക് കാണിച്ചു തരും. അത് നമ്മളുടെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. നമ്മളൊരു പൊസിഷനിലോട്ടേക്ക് അത് വിടണം, അപ്പോൾ നമുക്കത് കാണിച്ചു തരും. അപ്പോൾ വേറെ എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് അതിന് രണ്ട് ഉപയോഗമുണ്ട്. ഒന്നാമത്തെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോൾ HP ഉണ്ടാവില്ലേ, HP 20 ആയത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനിമി ചാകും. ഈ സ്കില്ല് ആക്ടിവേറ്റ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ബെർമൂഡയല്ല, ബാറ്റിൽ റോയൽ ഏത് മാപ്പ് എടുത്താലും നമ്മളുടെ ഷിപ്പ് ഒരു വെയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് കാണാം. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഇത് കാണും. കഴിഞ്ഞ ജിറ്റ്സു കൈസൻ്റെ ഇവൻ്റ് പോലെ തന്നെയാണ് ഇത്, പക്ഷേ അതിൻ്റെ അകത്ത് ബണ്ടിലായിരുന്നു. അതിൻ്റെ അകത്ത് ഈ ഒരു ഇമോട്ടാണ് ഗൈസ്, കണ്ടോ? ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ പെറ്റാണ്. ഇത് ലോഗിൻ സ്ട്രീക്ക് വെച്ചിട്ടാണ് ഈ പെറ്റ് ഡെവലപ്പ് ആവുന്നത്. കാണിച്ചു തരാം. അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ, ഇത് 3 ആകുമ്പോൾ ഇത് ഇവോൾവ് എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് മാറും. പിന്നെ ലെവൽ 4 ആകുമ്പോൾ അൾട്ടിമേറ്റ് ആകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ഇത് സൈഡിൽ കാണാം എത്ര ദിവസമായിട്ട് ഇതുണ്ടാവുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ വേറെ ഫ്രണ്ടിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇപ്പുറത്തെ സൈഡിൽ എത്ര ദിവസം ആ പെറ്റിൻ്റെ ലോഗിൻ സ്ട്രീക്ക് ഉണ്ടെന്നും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹീറോയ്ക്ക് അടിച്ച് ഈ അടുത്ത് നമ്മൾ BR പുഷ് ചെയ്യുന്നുണ്ട്. അത് ഞാനൊരു പാർട്ടായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ പുതിയ ചാലഞ്ചസ് എല്ലാം ഈ വീഡിയോയിലോട്ടേക്ക് കൊണ്ടുവരും. ഈ വീഡിയോ അല്ല, അടുത്ത വീഡിയോയിലോട്ടേക്ക് എന്തായാലും കൊണ്ടുവരും ചാലഞ്ചസ്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ഫയർ മാത്രമല്ല റോബ്ലോക്സും കളിക്കുന്നതായിരിക്കും. ഞാൻ കുറച്ച് റോബ്ലോക്സെല്ലാം കളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ അവതാറൊക്കെ. ഞാൻ ഡയമണ്ട്, പിന്നെ ഞാൻ പൈസേൻ്റെ കാര്യമില്ല, അതുകൊണ്ട് എല്ലാം ഫ്രീ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതെല്ലാമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ ഞാൻ ഗെയിമിൽ പോയിട്ട് കാണിച്ചുതരാം. കുറച്ച് ദിവസം മുന്നേ OB 53 വരുന്നതിൻ്റെ മുന്നേ BR റാങ്കിൽ ഓരോ റോൾസിനെ പറ്റിയിട്ടെല്ലാം വരുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹോളി ഇവൻറ്റിലാണ് ആ സംഭവം എല്ലാം വന്നത്. പക്ഷേ ഇപ്പോൾ ഈ OB 53 ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലാഷ് കോഡിലും അങ്ങനെ റോള് കിട്ടുന്നതായിരിക്കും. ആ റോളിനെ പറ്റിയിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ പല വീഡിയോസ് ഇടുന്നുണ്ട്. ചലഞ്ചസും വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കമൻറ്റും ചെയ്യ്. ഏത് ചലഞ്ചാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ പിന്നെ എയർ ഡ്രോപ്പ് ആണ് വരുന്നത്. എയർ ഡ്രോപ്പിലെ ഗൺസ് ഫുള്ള് ചേഞ്ചായി. കാരണം ഈ OB 53 വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഫസ്റ്റ് എയർ ഡ്രോപ്പ് തന്നെ ക്ലാഷ് കോഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എയർ ഡ്രോപ്പിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ ചിപ്പ് ആയിട്ടുള്ള MP5 കിട്ടുമായിരുന്നു. ഇപ്പം മാറ്റി CS റാങ്ക്ഡിൽ മാക്സിമം പിടിച്ച ഗണ്ണായി. അതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഹൈപ്പർ ഷൂട്ട് അങ്ങനെ എന്തോ ആയിരുന്നു പേര്. നമുക്ക് നോക്കിയിട്ടും വരാം ഗൈസ്. അത് ട്രെയിനിങ്ങിൽ കിട്ടുമോയെന്നറിയില്ല, നമുക്ക് നോക്കാമല്ലോ അല്ലേ. ഇതന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഫ്രീ ഫയറിൽ OB 53 പറ്റിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് ഫുട്ബോൾ ഇവൻ്റ് കൂടിയിട്ടാണ് ഈ OB 53 വരുന്നതെന്നുള്ള ഒരു ലീക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുട്ബോൾ ഇവൻറ്റിന് നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് ജേഴ്സി ഒക്കെ കൊടുക്കുന്നത്. ഇതാ ഹൈഡ്രോ ബ്ലാസ്റ്റർ, ഇതാണ് സംഭവം.
ഇത് നമുക്ക് ഒരു തവണ തന്നെ 7 ബുള്ളറ്റ്സ് വെച്ച് പോകും. കണ്ടോ, 7 ബുള്ളറ്റ്സ് വെച്ച് 2 പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ ജസ്റ്റ് ഡെഡ് ആവും ഗൈസ്. പിന്നെ നമ്മുടെ SVDൻ്റെ പവർ കുറച്ച് ചെറുങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാർജ് ബസ്റ്റർ ഇല്ലേ ഗൈസ്, ചാർജ് ബസ്റ്റർ അതിൻ്റെ പവർ നല്ലോണം കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഒരു ഷോട്ടിൽ തന്നെ കണ്ട, ഇതാണ് ഒരു ഷോട്ടിൽ തന്നെ ചത്ത്. നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് ചാർജ് ബസ്റ്റർ ഇപ്പോൾ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഷീൽഡ് ഗണ്ണൊക്കെ ഉണ്ട് ഇപ്പോൾ. അത് കുറച്ച് കാലമായി തിരിച്ചു വന്നിട്ട് ഗൈസ്. പിന്നെ ഇത് ലോങ് റേഞ്ചിന് അത്ര ബെസ്റ്റ് അല്ല. കണ്ട, 3 അടി കൊടുത്തിട്ടും കാര്യമില്ല. 4 അടി കൊടുത്താൽ നമ്മൾ ലോങ് റേഞ്ച്, അത് നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ. ഇതടിച്ചിട്ടും എത്ര വേണ്ടി വരും നമുക്ക് നോക്കാം. അത് 16 കയറി, 56. ഇതിന് 3 അടി കാരണം ഹെഡ് ഷോട്ട് അടിക്കുന്നതുകൊണ്ട്. പക്ഷെ നമുക്ക് ഹൈഡ്രോ ബ്ലാസ്റ്ററും കൊണ്ട് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ദൂരെ നിന്ന് അടിച്ച 2 അടി, ഈ ഹൈഡ്രോ ബ്ലാസ്റ്റർ 2 അടിയും കൊണ്ട് നമുക്ക് ഫുള്ള് കയറുന്നുണ്ട്. കണ്ടോ ഗൈസ്, കണ്ട, ഇത്രയുണ്ട്. അടുത്തുനിന്ന് നോക്കുവാണെങ്കിൽ 2 അടി തന്നെ മതി. നോക്കിക്കോ, കണ്ട, ഈ റേ എന്ന് ഉപയോഗിക്കുന്നത് ഗൈസ്, നമ്മൾ ഇവൻ്റെ അടുക്ക് വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ 20 HP ആയാൽ ഓൻ അങ്ങ് ഡെഡാവും. അപ്പോൾ ഇതാണ് ഈ ഗണ്ണിനെ പറ്റി എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി അടുത്ത OB53നെ പറ്റിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഗെയിമിലുള്ള റോൾസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ആക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഒന്നും കൂടെ ഓർമ്മയിരിക്കട്ടെ, ഞാൻ അബി സൈനിങ് ഓഫ്. ബട്ട് നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ ഞാൻ വീഡിയോ ഇടൂ. ശരി എന്നാൽ.